ഇപ്പോൾ കർണാടകയിൽ 300-ൽ പരം വീടുകൾ പൊളിച്ചു മാറ്റിയപ്പോൾ അതിൽ നിന്ന് 14,000-ഓളം മനുഷ്യരെ തെരുവിലേക്ക് ഇറക്കിവിട്ട് ഹീറോയിസം കാണിച്ച കോൺഗ്രസ് സർക്കാരിന് ആദ്യമായൊരു അഭിനന്ദനം നൽകട്ടെ. ഇന്ന് കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായ ലീഗുകാരവിടെ ചെന്ന് അവർക്ക് പുതപ്പും അവർക്ക് ചികിത്സയും നൽകുന്നുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതെല്ലാം എടുത്ത് അവർ കാണിക്കുന്നുണ്ട്. ഒരു സർക്കാരിന് ഈ രാജ്യത്ത് എന്തും ചെയ്യാം. ഇപ്പം ഈ രാജ്യത്തുള്ള ഈ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളെ കൊല്ലണമെന്നുണ്ടെങ്കിലും സർക്കാരിന് കൊല്ലാം. അതിൽ വിഷം കലക്കിയിട്ടാണെങ്കിലും വെടിവെച്ചിട്ടാണെങ്കിലും. കാരണം അവരടുത്ത് അതിനുള്ള സംവിധാനങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇനി വീട് പൊളിക്കൽ മാത്രമല്ല, കൊല്ലാനും സാധിക്കും. കാരണം അതിനുള്ള സംവിധാനം അവരടുത്തുണ്ട്. പോലീസ് അവരടുത്താണ്, പട്ടാളം അവരടുത്താണ്, എല്ലാ സംവിധാനങ്ങളും അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് അവർക്കത് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ച് ഇന്ന് ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ് ഷെയ്ഖ് ഹസീന, ബംഗ്ലാദേശി പ്രധാനമന്ത്രി, മുൻ പ്രധാനമന്ത്രി. അവളിപ്പം ഇന്ത്യയിലാണ് അഭയം തേടിയിരിക്കുന്നത്. ജനങ്ങൾ ഓടിച്ചു വിട്ടതാണ്. കാരണം ഉണ്ട്, അതിനൊക്കെ കാരണം ഉണ്ടായിട്ടാണ് ഓടിച്ചു വിട്ടത്, വെറുതെ ഓടിച്ചു വിട്ടതല്ല. ഏതായാലും അവൾ ഇന്ന് ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ്. അവളും അവൻ്റെ മകനും. നമ്മൾ ആലോചിക്കണം, ഇവിടെ ഇപ്പം നടക്കുന്നത് കർണാടകത്തിൽ 300-ഓളം വീടുകൾ പൊളിച്ചപ്പം അതിനെ ന്യായീകരിക്കുന്ന കോൺഗ്രസ് ന്യായീകരണ തൊഴിലാളികളെയാണ് ഞാൻ ഓരോരുത്തരും കാണുന്നത്. നമ്മളൊക്കെ കാണുന്നത് ഈ കോൺഗ്രസിൻ്റെ ന്യായീകരണ തൊഴിലാളികളാണ്. ഈ അനിൽ മുഹമ്മദ് അടക്കം ഒരുപാട് ആളുകൾ ഇതിനെ ന്യായീകരിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യമാണ് ഒരു വീട് എന്ന് പറയുന്നത്, എല്ലാവർക്കും അറിയാം. എന്നെ ഈ വീട്ടിൽ നിന്ന് അങ്ങ് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവനും ചെലവഴിച്ച് ഒരു വീട് കുത്തിക്കൂട്ടി ഉണ്ടാക്കി വെച്ചിട്ട് ആ വീട് വന്നുകൊണ്ട് പൊളിച്ച് മാറ്റി അത് പിന്നെ അതിൽ നിന്ന് ഇറങ്ങിക്കോ എന്ന് പറയുമ്പോൾ എന്നെ മറ്റൊരു വീടുകളിലേക്കും എന്നെ കയറ്റത്തില്ല. അത് മനുഷ്യ സാഹചര്യമാണ്. കാരണം മനുഷ്യരോടുള്ള വിശ്വാസവും അത് തന്നെയാണ്. കാരണം നിനക്കാണെങ്കിൽ ഇടം കൊടുത്തുകയാണെങ്കിൽ പണി പോളും എന്നുള്ളത് അറിയാം. അതുമാത്രമല്ല, അത് വലിയ ശല്യമായിത്തീരും. അതുകൊണ്ട് ഒരു പൂച്ചനെ പോലെ പൂച്ചകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ, പൂച്ച, പട്ടി, അത് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പൂച്ചകൾക്കൊക്കെ നമ്മൾ എത്രമാത്രം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അറിയും. അത് അത്ര സ്വസ്ഥമായിട്ട് ഉറങ്ങുകയാണെങ്കിൽ അതിനെ നമ്മൾ തട്ടി ഉണർത്തി വിടുകയൊന്നുമില്ല. അതിന് നമ്മൾ വേണ്ട ഭക്ഷണം നൽകും. അവർക്ക് നമ്മൾ ഭക്ഷണം നൽകുന്ന വീടാണെങ്കിൽ ആ വീട്ടിൽ വലിയ സ്വതന്ത്രത്തോടെ കൂടെ കിടന്നുറങ്ങും. ഈ കാണുന്നത് പോലെ സ്വതന്ത്രത്തോടെ കൂടെ കിടന്നുറങ്ങും. പക്ഷെ ഇനി ഇവിടുന്ന് ഓടിച്ചാലും അത് അപ്പുറത്തെ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ഏതെങ്കിലും ഈ വിറകട്ടിൻ്റെ മുകളിൽ എവിടെയെങ്കിലുമൊക്കെ കിടന്നുറങ്ങി അതിൻ്റെ ജീവിതം അങ്ങ് മുന്നോട്ട് പോയിക്കോളും. പക്ഷെ മനുഷ്യനതല്ല. എല്ലാവർക്കും അറിയാം, മനുഷ്യനെ മറ്റൊരു വീട്ടിലേക്ക് ഇപ്പോൾ കയറ്റി ഒരു ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊടുക്കും. അതിൻ്റെ മേലോട്ടൊന്നും ആരും മനുഷ്യർക്ക് കൊടുക്കൂല എന്നതിൽ 100% ഉറപ്പാണ്. ഇന്നൊരു പീഡിയക്കൊലായിൽ പോലും മനുഷ്യരെ കിടക്കാൻ സമ്മതിക്കാത്ത ഒരു കാലഘട്ടത്താണ് ഇത്തരം സർക്കാരുകൾ ഇത്തരം നീചമായ പ്രവൃത്തികൾ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. കാരണം ഒരു പീഡിയക്കൊലായിൽ പോലും മനുഷ്യരെ കിടത്തൂല. ആ ഒരു സാഹചര്യത്തിലാണ്, ആ ഒരു ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരം സർക്കാരുകൾ അവനവൻ കിടന്നുറങ്ങുന്ന വീടുകൾ പുലർച്ചെ വന്ന് JCB കൊണ്ടുവന്നിട്ട് ഒറ്റയടിക്ക് മൊത്തത്തിൽ അവിടെയുള്ള സാധനങ്ങൾ അടക്കം പൊളിച്ചങ്ങ് മാറ്റുന്നത്. എത്രമായ നീചമായ കാര്യമാണ് ഈ പ്രവൃത്തിയൊക്കെ എന്നറിയും. എന്നിട്ട് ഇതിനെ ന്യായീകരിക്കുന്ന ന്യായീകരണ തൊഴിലാളികളെയാണ് ഞാൻ സമ്മതിച്ചുകൂടാത്തത്. ഇവരൊക്കെ ന്യായീകരണം കേൾക്കുമ്പോൾ കോൺഗ്രസ് കുറ്റകൃത്യം ചെയ്യുമ്പം അത് ന്യായീകരിക്കാവുന്നതും BJP കുറ്റകൃത്യം ചെയ്യുമ്പം അത് പ്രതികരിക്കാവുന്നതും ആവുന്നത് എങ്ങനെയാണ്? അതാണ് എനിക്ക് മനസ്സിലാത്തത്. BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഏത് സർക്കാരാണെങ്കിലും
തെറ്റ് തന്നെയാണ് എന്ന് പറയാനുള്ള സാമാന്യ ബുദ്ധി മനുഷ്യർക്കുണ്ട് എന്ന് ഓരോരുത്തരും ഓർക്കണം. ഈ കോൺഗ്രസ് ഈ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള പാർട്ടികൾ ചെയ്യുന്നതിന് എന്താണ് കുറ്റമുള്ളത്? ഇവർ വലിയ മതേതരത്തിൻ്റെ ആളുകളാണെന്നാണല്ലോ പറയുന്നത്. ഞങ്ങളാണ് മതേതരത്തിൻ്റെ ആളുകൾ, ഞങ്ങളാണ് ഇതിൻ്റെ കെട്ടിപ്പടുത്തത്, ഞങ്ങളാണ് അങ്ങോട്ടാക്കിയത് ഇങ്ങോട്ടാക്കിയത്. ഇവർ തന്നെ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ മറ്റുള്ളവർ എങ്ങനെ ചെയ്യും? അപ്പോൾ എനിക്ക് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ. RSS ചെയ്താലും കോൺഗ്രസ് ചെയ്താലും BJP ചെയ്താലും പിന്നെ എന്താ പറയുക STP സുഡാപ്പി അവർ ചെയ്താലും ആര് ചെയ്താലും തെറ്റ് തന്നെ. ഒരാൾ ചെയ്താൽ ശരിയാവലും ഒരാൾ അതേ കുറ്റം ചെയ്താൽ തെറ്റാവലും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ആര് ചെയ്താലും തെറ്റാണ്. അതുകൊണ്ട് കോൺഗ്രസിനും ആ ഒരു കണ്ണുകൊണ്ട് തന്നെ കാണാൻ സാധിക്കുള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത്ര മാത്രം നീച പ്രവൃത്തി പണ്ട് മുതൽ ഇന്ന് വരെ അവർ പല രീതിയിലും ചെയ്തിട്ടുണ്ട്. ആ ചെയ്തത് ഇന്നും തുടർന്നു കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ കോൺഗ്രസിൽ നിന്ന് തന്നെ അതിനെ അപലപിച്ചിട്ടുമുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും കാത്തിരുന്ന് നമുക്ക് കാണാം.